കുന്നത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് കൊടപ്പനക്കുന്ന് കുന്നത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊടപ്പനക്കുന്ന് കുന്നത്ത് മഹാദേവ ക്ഷേത്രം. ചെറിയൊരു കുന്നിന് മുകളിൽ കാനനതുല്യമായ ഒരു കാടിനുള്ളിലാണ് കുന്നത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെമ്പുമേഞ്ഞ് ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമാണ്. കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാവാം കുന്നത്ത് ക്ഷേത്രം എന്നും 108 ശിവാലയ നാമാവലിയിൽ കുന്നപ്രം എന്നും പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 5 ഏക്കറോളം വരുന്ന വൻ കാടുകൾക്ക് നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നട്ടുച്ചയ്ക്ക് പോലും സൂര്യൻ്റെ വെളിച്ചം കടന്നു വരാത്ത ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമൊഴികെ മറ്റു 3 വശങ്ങളിലും ഇടതൂർന്ന വൻ മരങ്ങളാലും വള്ളിപ്പടർപ്പുകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്നു. ആ കാടും വള്ളിപ്പടർപ്പുകളും ധ്യാനാവസ്ഥയിലിരിക്കുന്ന ഭഗവാന്റെ ജടയാണെന്നും കാടിനുള്ളിൽ ധാരാളം താപസ ശ്രേഷ്ഠർ വസിക്കുന്നുണ്ടെന്നുമെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ മരങ്ങളെയോ വള്ളിപ്പടർപ്പുകളെയോ വെട്ടി നശിപ്പിക്കാതെ ധ്യാനാവസ്ഥയിലിരിക്കുന്ന ഭഗവാന്റെ ധ്യാനത്തിന് ഭംഗം വരുത്താതെയാണ് ഇന്നും ഈ കാനനക്ഷേത്രത്തിൻ്റെ മനോഹാരിതയിൽ പഴമയിൽ കുന്നത്ത് മഹാദേവ ക്ഷേത്രം നിൽക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും പേരൂർക്കട മണ്ണന്തല റൂട്ടിൽ കുടപ്പനക്കുന്ന് എത്തുന്നതിന് തൊട്ടു മുന്നേ ഇടതുഭാഗത്ത് ക്ഷേത്ര ആർച്ച് കാണാം. അതിലൂടെ 300 മീറ്ററോളം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൻ്റെ പടവുകൾ കടന്ന് കിഴക്കേ നടയിൽ എത്തിച്ചേരാം. പടിഞ്ഞാറ് വശത്തുള്ള ഈ വഴിയിലൂടെ പരമ്പരാഗതമായ കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ 300 മീറ്ററോളം താഴേക്കു സഞ്ചരിച്ചാൽ നാഗർകാവിലും ക്ഷേത്രകുളത്തിലും എത്തിച്ചേരാവുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കിഴക്ക് വശത്തുള്ള പാത കൂടാതെ അതിവിശിഷ്ടമായ പടിഞ്ഞാറ് വശത്തു കൂടിയുള്ള പാതയുമുണ്ട്. പടിഞ്ഞാറ് വശം ക്ഷേത്രകുളത്തിൻ്റെയും നാഗർകാവിൻ്റെയും മുൻപിലൂടെയുള്ള വഴിയിലൂടെ പ്രകൃതിദത്തമായ കൽപ്പടവുകളിലൂടെ ഇടതൂർന്ന വള്ളിക്കുടിലുകൾക്കിടയിലൂടെയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. മുൻപ് ഈ ക്ഷേത്രം കുന്നത്തു മഠത്തിൻ്റെതായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ശിവരാത്രിയാണ് പ്രധാന ഉത്സവം. അമ്പലത്തിന് ചുറ്റും ശിവലിംഗ സമാനമായ ധാരാളം കല്ലുകൾ നമുക്ക് കാണാൻ കഴിയും.